സംസ്ഥാന സർക്കാർ ക്രിമിനൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് കുടപിടിച്ചു കൊടുക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പി ജയരാജനും മകനുമെതിരായ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ സർക്കാർ ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. മനു തോമസിന്റെ വെളിപ്പെടുത്തലുകൾ അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചെങ്കിലും ചട്ടപ്രകാരം അനുവദിക്കാനാകില്ലെന്ന് സർക്കാർ നിലപാടെടുത്തു. പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരായ മനു തോമസിന്റെ തുറന്നുപറച്ചിൽ സഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കാനായിരുന്നു പ്രതിപക്ഷ നീക്കം. വിഷയത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കാൻ തയ്യാറായി വന്ന പ്രതിപക്ഷത്തെ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷം നിരാശരാക്കി. ആരോപണങ്ങളും അഭ്യൂഹങ്ങളും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കഴിയില്ലെന്ന് സ്പീക്കറും നിലപാട് സ്വീകരിച്ചു. റൂൾ 50 നോട്ടീസ് അനുമതിക്കുന്നത് സംബന്ധിച്ച് ചട്ടം 52 ക്ലോസ് 5 പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: വ്യക്തികളുടെ ഔദ്യോഗിക നിലയിലോ പൊതുകാര്യ നിലയിലോ അല്ലാതെയുള്ള അവരുടെ സ്വഭാവത്തെയോ നടപടിയോ കുറിച്ച് നോട്ടീസിൽ പരാമർശിക്കാൻ പാടില്ല എന്നതാണ്. ചട്ടം 52 ക്ലോസ് 5 പ്രകാരം നോട്ടീസ് നിരച്ചിരിക്കുന്നു. പ്രതിരോധത്തിലാകുന്ന ഘട്ടങ്ങളിൽ നോട്ടീസ് അവതരിപ്പിക്കാൻ സർക്കാർ അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി. മനു തോമസിന്റേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണെന്നും വിഷയം സർക്കാർ ഗൗരവത്തോടെ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സർക്കാർ പ്രതിക്കൂട്ടിലാവുന്ന, പാർട്ടി പ്രതിക്കൂട്ടിലാവുന്ന ഒരു കാര്യവും സഭയിൽ ചർച്ചയ്ക്ക് മന്ത്രിമാർ പ്രതിരോധത്തിലാവുന്നത് സാർ, അത് ശരിയല്ല. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് നാട്ടിലെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് രാഷ്ട്രീയ നേതൃത്വം കൊട പിടിച്ചു കൊടുക്കുന്ന, പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്ന വരേണ്യമായ വിവരങ്ങളാണ് സാർ. ഇതിൽ സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മയക്കുമരുന്ന് വരെയുള്ള സംഭവങ്ങളുണ്ട്. ക്വാറി ഉടമകൾക്ക് സഹായം ചെയ്യാൻ ഏരിയ സെക്രട്ടറിയെ വരെ മാറ്റിയെന്നും അധോലോക സംഘങ്ങൾക്ക് ഭരണപക്ഷം കുടപിടിച്ചു നൽകുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. ഈ അധോലോക സംഘങ്ങൾക്ക് മുഴുവൻ കുടപിടിച്ചു കൊടുക്കുകയാണ് ഈ ഭരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ് പോലീസ് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരികെ എത്തിയ ശേഷം നിയമസഭയിൽ അടുത്തയാഴ്ച വിഷയം വീണ്ടും ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.